ഹലോ. ഫാമിൽ രണ്ട് തരം ഷിംസാണ് ഇപ്പോൾ നിലവിലുള്ള കേട്ടോ, റെഡും ആൻഡ് ബ്ലൂവും. അതിൽ ബ്ലൂവിനെ ബ്ലൂ ടാങ്കിലും റെഡിനെ റെഡ് ടാങ്കിലാണ് ചെയ്യുന്നത്. അത് ഒന്നിനുമല്ല, കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ആ റെഡ് ടാങ്കിലെ ഷിംസ് നമുക്ക് കുറച്ച് കുഞ്ഞിന് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഗ്യാപ്പിലാണ് നമുക്ക് കുഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ തന്നെ എൻ്റെ ശേഷം വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫീഡ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെല്ലറ്റിൻ്റെ ഫീഡ് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ അത് ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ടാങ്കിൽ ഓൾറെഡി എത്ര ഷിംസ് എഗ് ലോഡായിട്ടെന്ന് അറിയില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് തൊട്ട് മേലത്തെ ഗ്ലാസ് അക്വേറിയം ടാങ്കിലേക്ക് മാറ്റാണ്. ഗ്ലാസ് അക്വേറിയം ടാങ്കിൽ മാറ്റാൻ വേറൊന്നുമല്ല കാരണം, ഷ്രിംസ് എഗ്ഗ് സേവ് ചെയ്യുന്നത് അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്താണ്. അപ്പോൾ നമുക്കത് കാണണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ നീല ടബിൽ നിൽക്കുന്ന സമയത്ത് ഗ്ലാസ് ടാങ്കിനാണെങ്കിൽ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഷ്രിംസാണ് എഗ്ഗ് ലോഡായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ അടിഭാഗം ഒന്നും കവർ ചെയ്യില്ല. കുറഞ്ഞ ഭാഗത്ത് മാത്രമേ മണലിട്ട് കൊടുത്തുള്ളൂ, ബാക്കിയുള്ള ഭാഗത്ത് ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നോക്കുമ്പോൾ നമുക്ക് ടാങ്കിനുള്ളിൽ ഷിമ്മിന് ഹൈഡ് ചെയ്യാനുള്ള കുറച്ച് സ്പോട്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. PVC പൈപ്പ് മറ്റേതാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഷിമ്പ് പുറത്തേക്ക് വരിക്കും. ഗ്ലാസ്സിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഷിമ്പാണ് എഗ്ഗ് ലോഡായിട്ടുള്ളത് കണ്ടുപിടിക്കാനും അവയെ നമുക്ക് മാറ്റി വേറെ ടാങ്ക് ഇട്ടിട്ട് അതിനെ നമുക്ക് കുറച്ചും കൂടി കെയർ കൊടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്കിൽ നമ്മൾ പേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൊതുകിൻ്റെ ലാർവ ഇതിനകത്ത് വളരുന്നതാണ്. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നതിൽ എനിക്ക് കൺഫ്യൂസ്ഡാണ്. കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ഗപ്പി ഇറക്കിയായിരുന്നു. പക്ഷേ ഗപ്പി ഈ ഷിംസിൻ്റെ കുഞ്ഞുങ്ങൾ തിന്നു പോകുന്ന പേടി കാരണം അതിനെ ഞാൻ മാറ്റി. അതൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്താൽ ഒരു ഉപകാരമായിരിക്കും. ഓക്കെ, നമ്മുടെ തുടക്കക്കാരനായതുകൊണ്ട് ഹെൽപ്പ് ആയിരിക്കും.